Hi students, good morning. Good morning, sir. Videos on Jitha Begum. Take a silent prayer. Out. Begum. Okay, right. നമ്മൾ ഇന്നലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയേക്കാണ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട്. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? റൈറ്റ്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്നലെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കിട്ടിയ ഒരു പാരലോഗ്രാം ഉണ്ടായിരുന്നു. സോറി, ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായിരുന്നു. അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ പാരലോഗ്രാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലേക്ക് മൂന്നിന് മുമ്പ് അൻഷിത പറഞ്ഞ മോനെ വാട്ട് ഇസ് മിഡ് പോയിന്റ് ഫോർമുല, ഹൗ വി ക്യാൻ ഫൈൻഡ് ദ മിഡ് പോയിന്റ്? x1 plus x2 by 2, y1 plus y2 by 2. x1 plus x2 divided by 2, y1 plus y2 divided by 2. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേറെ ഒന്നും കാര്യം നമുക്ക് അതിൽ ഇനി ചോദിക്കാനും പറയാനൊന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത് തീർച്ച ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതിന്റെ ബാക്കി സെക്കൻഡ് പാർട്ട്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് the figure formed by joining the midpoints is a parallelogram. നമ്മുടെ ഈ ഫിഗറിൽ റെഡ് കളേർഡ് ആയിട്ടുള്ളത് ഒരു പാരലോഗ്രാം ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന് ചിന്തിച്ച് നോക്കി. സ്ട്രൈറ്റ് ഫസ്റ്റ് പി ക്യു ആർ എസ് എന്ന് പറയുന്ന ആളാണ് നമുക്ക് ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് അതിനുള്ള വഴി? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഫസ്റ്റ് ഒരു 3 minutes മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഒരു ഗിവൺ ഫിഗർ പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഏറ്റവും ഈസിയറായ മെത്തേഡ് കിട്ടിയാൽ മതി. പ്രൂവ് ചെയ്താൽ മാത്രം മതിയല്ലോ. സ്പീഡ് രണ്ട് മിനിറ്റോടെ. ഇപ്പൊ ഈ കിട്ടിയ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ആ ഒരു ഒരു പാരലോഗ്രാം ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം. Have 2 more minutes. ആലോചിച്ച് നോക്കാം. നമ്മൾ കുറെ കേസുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. പാരലോഗ്രാം ഒരു ഗിവൺ ഫിഗർ എപ്പോഴാണ് പാരലോഗ്രാം ആവുക എന്നതിന്റെ ഒരുപാട് കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഭവം പ്രൂവ് ചെയ്ത് കിട്ടിയാൽ മതി. ഏറ്റവും എളുപ്പമുള്ള കേസായിരിക്കും. നമുക്ക് നല്ല സ്റ്റെപ്സും കുറവായിരിക്കും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ മെത്തേഡിൽ കൂടെ 2-3 പേജ് പോയി ആൻസറിനൊക്കെ ബെറ്റർ ആണ്. ഇതൊരു സിമ്പിൾ മെത്തേഡ്. 1 more minute for you to try. ചിന്തിക്കാൻ 1 minute കൂടി ഉണ്ട്. Thirty seconds. പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. പല മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡൊന്നും അല്ല, പല മെത്തേഡ്സ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. കിട്ടിയവർ 1 2. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത്. ശരി. പല ആൾക്കും കിട്ടിയിട്ടുണ്ട്. അബി എങ്ങനെ ട്രൈ ചെയ്തേ? സാറാ
ഓപ്പോസിറ്റ് കോർഡിനേറ്റിന്റെ സം. ശരി, ആദിൽ മുഹമ്മദ്. പക്ഷെ മെത്തേഡ് മാത്രം എനിക്കൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആദിൽ ഓപ്പോസിറ്റ് സൈഡിന്റെ സം. ഓപ്പോസിറ്റ് സൈഡിന്റെ സം. ഓക്കെ, ആഷ്ന സാർ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന പറഞ്ഞു. ഡയഗണൽസ് ബൈസെക്ട്. അപ്പൊ എങ്ങനെ പ്രൂവ് ചെയ്തു ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു? ആദ്യം പി ആറിന്റെ എസ്ക്യൂന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ശരി 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 ശരി. അഫ്ര സർ ഞാനും അങ്ങനെ ചെയ്ത. ഡയഗണൽസാ? ഓക്കെ. ഭീമ പി സിദ്ദീഖ് സർ ഡയഗണൽസ് എടുത്തത്. രണ്ട് മെത്തേഡ്സ് ഇപ്പൊ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, രണ്ട് ഡയഗണൽസിന്റെയും മിഡ് പോയിന്റ് സെയിം ആണ് എന്നൊരു ഡിസ്കഷൻ. പിന്നെ ഒന്ന് ഓപ്പോസിറ്റ് കോർഡിനേറ്റിന്റെ ഡിസ്കഷൻ. ഇതല്ലാതെ വേറൊരു തേർഡ് മെത്തേഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇത് രണ്ടും അല്ലാത്ത മെത്തേഡ് ആരെങ്കിലും? ഫാത്തിമ ഇസ്മായിൽ. സാർ ഇതിന്റെ പാരലൽ ലൈൻസ് ആണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. പാരലൽ ലൈൻസ് ആണ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് പാടായിരിക്കുമല്ലോ. പാരലൽ ലൈൻസ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? ബി ഡിയിൽ ഒരു ലൈൻ വെച്ചിട്ട് ആർ ക്യൂ ബി ഡിക്ക് പാരലൽ ആയിട്ട് വരില്ലേ? ഞാൻ ചോദിച്ചത് ഈ പാരലൽ ആണ് എന്നെങ്ങനെ പ്രൂവ് ചെയ്യും? ഇത് പാരലൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? എങ്ങനെ? ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുന്ന ലൈൻ നമുക്ക് നോക്കാം. വേറെ 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 ഒരു മെത്തേഡൂടെ വരേണ്ടതാണല്ലോ. ഞാൻ ആ മെത്തേഡ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നത്. നിങ്ങൾ പറഞ്ഞോട്ടോ, റൈറ്റ് ഓർ റോങ് ഡസന്റ് മാറ്റർ. ധൈര്യമായിട്ട് പറഞ്ഞോ. അയാൻ സാറ് ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സൈഡ്സിന്റെ ലെങ്ത്. അതും ഓക്കെയാണ്. ഇതിനകത്ത് പറഞ്ഞതിൽ വാലിഡ് ആയ 3 മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഫാത്തിമ പറഞ്ഞ മെത്തേഡ് ചെക്ക് ചെയ്യാം കേട്ടോ. 3 മെത്തേഡ്സ് ഇവിടെ വാലിഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് ഈ കാണുന്ന പി ക്യു ആർ എസ്. ഇതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ്. ഇതില് പി ക്യു, ക്യു ആർ, ആർ എസ്, പി എസ്, ഈ 4 സൈഡിന്റെയും ലെങ്ത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈനൽ ലെങ്ത് ഓഫ് ഓൾ ദ 4 സൈഡ്സ് ബൈ യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ, ഇഫ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, നമുക്ക് അവനെ പാരലോഗ്രാം എന്ന് അഡ്രസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, പക്ഷേ ഈ മെത്തേഡിന്റെ പ്രശ്നം വേറൊന്നുമല്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം. കാരണം ഓരോ കേസിലും നമുക്കൊരു ഡിസ്റ്റൻസ് ഫോർമുല ഓരോ കേസിലും അപ്ലൈ ചെയ്യണം. ഓരോ കേസിലും ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരും. രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് കൺസിഡർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് ഒരു മെത്തേഡ്, കേസ് 1. രണ്ടാമത് നമ്മൾ ചെയ്യുക മിഡ് പോയിന്റ് ഓഫ് പി ആറും അതുപോലെ തന്നെ ക്യു എസും കണ്ടുപിടിക്കും. മിഡ് പോയിന്റ് ഓഫ് പി ആറും ക്യു എസും. ഓക്കെ, ഒരു ഗിവൻ ഫിഗർ പാരലോഗ്രാം ആണെങ്കിൽ ഡയഗണൽസ് മീറ്റ് ചെയ്ത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. നമ്മൾ പഠിച്ചേക്കുന്ന ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ചെയ്തത് അല്ലേ? അപ്പോ ഒന്നാമത്തെ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു, രണ്ടാമത്തെ മിഡ് പോയിന്റും കണ്ടുപിടിച്ചു. ഈ 2 മിഡ് പോയിന്റും സെയിം ആണെങ്കിൽ then also we can say that it is a parallelogram. If the midpoint of 2 diagonals are same, then also the given figure is a parallelogram. മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് എക്സസൈസ് പഠിച്ചത്. എന്താ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് പഠിച്ചത് ഫാത്തിമ സുബൈർ? ഓപ്പോസിറ്റ് വെർട്ടിസസിലുള്ള എക്സ് കോർഡിനേറ്റിന്റെ സം ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ കാണുന്ന പാരലോഗ്രാമില് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ പിയും ആറും എടുക്കുക, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയ ക്യൂവും എസ് കൊടുക്കുക. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് സമ്മും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് സമ്മും സെയിം ആണോ നോക്കുക. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് സമ്മും ഇപ്പുറത്തെ വൈ കോർഡിനേറ്റ് സമ്മും സെയിം ആണോ നോക്കുക. ഇഫ് ഇറ്റ് ഈസ് സെയിം then also we can say it is a parallelogram. മൂന്നാമത്തെ മെത്തേഡാണ്. കണ്ടോ? അപ്പൊ ഒരു ഗിവൻ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യാൻ എത്ര മെത്തേഡ്സ് ആയിരുന്നുണ്ടോ? ഇതാണ് മാത്തമാറ്റിക്സിന്റെ പെക്യുലാരിറ്റി. നമ്മളിങ്ങനെ ഒറ്റ ട്രാക്കിൽ കൂടെ തന്നെ പോകുന്ന ആൾക്കാരല്ല. ഇതെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അതിൽ തന്നെ ഈ 2 മെത്തേഡ്സും എളുപ്പം, കുറച്ച് പെട്ടെന്ന് സമയം ലാഭിച്ച് നമുക്ക് ലെസർ ടൈമിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇത്തിരി സമയം എടുക്കും. ഡിസ്റ്റൻസ് ഫോർമുലയുടെ പിന്നാലെ പോകുമ്പോൾ റൂട്ടും സബ്ട്രാക്ഷനും സ്ക്വയറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. ഇത് രണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ എനി വൺ ഓഫ് ദ മെത്തേഡ് വേഗം ട്രൈ ചെയ്തേ. ഫസ്റ്റ് വേണ്ട കേട്ടോ, ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യേണ്ട, കാരണം സമയം എടുക്കുന്നതുകൊണ്ടാണ്. ബാക്കി 2 എണ്ണത്തിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് വേഗം കംപ്ലീറ്റ് ചെയ്തേ കഴിയാത്തവർ.
സ്പീഡിന്. ഒന്നെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് വേർട്ടിസസിന്റെ എക്സസ് ആഡ് ചെയ്യുക. കഴിഞ്ഞ ഒരു നേരത്തിലേക്ക് പോകണ്ടോ? 4, 5, 6 ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വെറുതെ ഇരിക്കണ്ട, ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. രണ്ട് മിനിറ്റ് മാക്സിമം ഉണ്ടോ കംപ്ലീറ്റ് ചെയ്യാൻ? Two minutes maximum to complete that question. One more minute. അൻഷിദ് ഏത് മെത്തേഡ് ട്രൈ ചെയ്യുന്നേ? മുഹമ്മദ് അൻഷിദ് ഏത് മെത്തേഡ് ട്രൈ ചെയ്യുന്നേ? സാർ ഞാൻ മിഡ് പോയിന്റിന്റെ. മിഡ് പോയിന്റ്. ഓക്കെ, ഏതിന്റെ മിഡ് പോയിന്റ് കിട്ടിയപ്പോ നിലവിൽ അൻഷിദേ? ഞാൻ ചെയ്യണുള്ളൂ. വേഗം ഔട്ട്. ഇത്ര നേരിട്ട് ഒരൊറ്റ മിഡ് പോയിന്റ് പോലും കിട്ടിയില്ലേ ഇത്രയും ടൈമില്? റൈറ്റ്, ഒന്ന് പറയാം. എൽദോസ് എങ്ങനെയാ ചെയ്തേ? കേൾക്കുന്നില്ല എൽദോസ്, കേൾക്കുന്നില്ല. നിന്നെ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, പക്ഷെ വോയിസ് കേൾക്കുന്നില്ല. ഹാരിസ് ഏതൊക്കെ ചെയ്ത? ഹാരിസേ സാർ ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ സം എടുത്തു. ഓപ്പോസിറ്റ് സം എടുത്തു. ഓക്കെ, ഏതിന്റെയൊക്കെ സം എടുത്തു? രണ്ടും കഴിഞ്ഞോ? എക്സിന്റെ എടുത്തു. രണ്ട് കേസിന്റെ എടുത്തു. രണ്ട് കേസിന്റെ. അപ്പൊ എങ്ങനെ ഈക്വൽ ആയിട്ടാണോ കിട്ടിയേ? അതെ സാർ. വൈ എടുത്തോ? വൈ എടുത്തു. വൈ ഈക്വൽ ആണോ? എക്സിന്റെ സം എന്താ വന്നേ? 9.5. വൈയുടെ സമ്മോ? 10. ഓക്കെ, രണ്ട് മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോഴേ, സപ്പോസ് നിങ്ങൾ മിഡ് പോയിന്റ് എന്നുള്ള മെത്തഡോളജിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഞാൻ ഫോമിൽ എഴുതുന്നില്ല കേട്ടോ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളേ. നമുക്ക് ഇങ്ങനെ ഒരാളുടെ മിഡ് പോയിന്റ് പി ആറിന്റെ മിഡ് പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 7/2 + 6. അപ്പോ 7 + 12 19 8 + 2 10. ഇവന്റെ 5 വരും, y വാല്യൂ 5 വരും, x വാല്യൂ 7/2 എന്ന് പറയുമ്പോൾ 3.5 ആണ്. 3.5 6 9.5 ആണ്. 9.5/2 ഡെസിമലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക വീണ്ടും ഒരു 4.75 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഫ്രാക്ഷൻ ആക്കി നിർത്തുന്നെങ്കിൽ 19/4 എന്ന് കിട്ടും. ഫ്രാക്ഷൻ ആണെങ്കിൽ സെക്കൻഡ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ 13/2 + 3, അപ്പോ 13 + 6 19. 19/4 തന്നെ വരും. 5 + 5 10 ആണ്. 10/2 5.
രണ്ട് മിഡ് പോയിന്റ് ഫോമിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കേട്ടോ, ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു, മിഡ് പോയിന്റ് ഫോമിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് മിഡ് പോയിന്റ്സും കിട്ടുക 19/4 5 എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അതിനെ ഡെസിമൽ ആക്കി എഴുതുകയാണെങ്കിൽ 4.755 എന്നാണ് കിട്ടുക. ആണോ? മിഡ് പോയിന്റ് വഴി പോയവർക്ക് 19/4 വന്നത് ചിലപ്പോൾ 19 എന്നായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, 2 വെട്ടി കളഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്, അങ്ങനെ കളഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ, കുറെ പേരെ മുഖത്ത് ചിരിയുണ്ടല്ലോ. ശ്രദ്ധിക്കണം കേട്ടോ അത്, കാരണം നമ്മൾ മിഡ് പോയിന്റ് ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ 7/2 + 6 ഇതാണ് വരിക. x ഈസ് ഈക്വൽ ടു 7/2 + 6/2, x1 + x2/2. ന്യൂമറേറ്ററിൽ നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പൊ 7 + 2 × 6 12/2 all divided by 2. 2 വെട്ടാറായിട്ടില്ല കേട്ടോ. 7 + 12 19/2 ആണ്. ഡിനോമിനേറ്ററിലെ 2 നമുക്ക് 2/1 എന്ന് എടുക്കാം. അപ്പൊ 19/2 ഇൻറ്റു റെസിപ്രോക്കൽ 1/2 19/4 എന്നാണ് വാല്യൂ. ഇതാണ് 19/4 വന്നതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി അതുപോലെ തന്നെ ഇപ്പറേ നമ്മളുടെ രണ്ടാമത്തെ, അതായത് കോർഡിനേറ്റ്സിന്റെ സം എന്ന മെത്തേഡിലൂടെ നിങ്ങൾ മൂവ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എങ്ങനെയായിരിക്കും? എക്സ് കോർഡിനേറ്റ്സിന്റെ സം നമുക്ക് കിട്ടുക 7/2 + 6 19/2 എന്നാണ് എക്സ് കോർഡിനേറ്റിന്റെ സം കിട്ടുക, അല്ലെങ്കിൽ 9.5. വൈ കോർഡിനേറ്റ്സിന്റെ സമ്മാണ് എഴുതിയിരിക്കുന്നത്. എക്സ് എന്ന് എഴുതിയിരിക്കുന്ന എക്സ് കോർഡിനേറ്റ് ചിന്തിക്കരുത്, ഓപ്പോസിറ്റ് വേർട്ടീസസിൽ എക്സിന്റെ സമ്മാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. വൈയുടെ സം നിങ്ങൾക്ക് കിട്ടുക 10 എന്നാണ്, രണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ നമ്മൾ എഴുതണേ, വെറുതെ എത്ര എഴുതിയിട്ട് ഇറ്റ് ഈസ് എ പാരലോഗ്രാം എഴുതല്ല. നമ്മൾ മിഡ് പോയിന്റ് വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ, രണ്ട് ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം: മിഡ് പോയിന്റ്സ് ഓഫ് ബോത്ത് ഡയഗണൽസ് ആർ സെയിം, therefore it is a parallelogram. ഇനിയിപ്പോ കോർഡിനേറ്റിന്റെ സം എന്നുള്ള മെത്തേഡ് ചെയ്തതെങ്കിൽ the sum of x and y coordinates at opposite vertices are same, therefore it is a parallelogram എന്നുള്ള കൃത്യമായ ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടേ ക്വസ്റ്റ്യൻ നിങ്ങൾ സമ്മപ്പ് ചെയ്യൂ, അല്ലാതെ നിർത്തരുത്. കൃത്യമായ ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടാവും. രണ്ടിൽ ഏത് മെത്തേഡായാലും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലാരിറ്റി, സ്റ്റെപ്സിന്റെ ക്ലാരിറ്റിയും വേണം. കഴിഞ്ഞോ എവരിവൺ? അടുത്തിലേക്ക് പോകാലോ അല്ലേ? ഫോർത്ത് വൺ. റൈറ്റ്, വേഗം തുടങ്ങിയ ഫോർത്ത് വൺ. In the figure, the midpoints of large quadrilateral are joined to form a smaller quadrilateral within. Find the coordinate of fourth vertex of smaller quadrilateral. Find the coordinates of other three vertices of large quadrilateral. രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ആകെ എക്സൈസിൽ ഇച്ചിരി പ്രശ്നക്കാരെന്ന് പറയാൻ പറ്റിയ അഞ്ചാമത്തെ, മീൻസ് ഡൗട്ട് വരാൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മാത്രം മതി. അതുകൊണ്ട് തന്നെ 4 കഴിഞ്ഞാൽ 6 ചെയ്യണം കേട്ടോ. 6 കഴിഞ്ഞാൽ നമ്മൾ 5ലേക്ക് വരും. പറഞ്ഞോ. സ്ക്രീൻ ഒന്ന് താഴ്ത്തിട്ടാക്കണം. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 മിനിറ്റോടെ മാക്സിമം.
സ്പീഡ് ആവണം കേട്ടോ. തൊട്ട് മുന്നേ കൊടുത്തോളം ABCD PQRS എന്നുള്ള ഓർഡർ തന്നെ നെയിം ചെയ്യാതായിരിക്കും എളുപ്പം. നെയിം നമുക്ക് എന്തായാലും നിർബന്ധമാണ്. ബിക്കോസ് നമുക്ക് താഴേക്ക് സ്റ്റെപ്സ് എഴുതുമ്പോൾ അത് നെയിം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നെയിം എഴുതി, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് എഴുതാൻ ഒരുപാട് കഷ്ടപ്പെടും. നെയിം ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് എഴുതാൻ എളുപ്പമുണ്ട്. അതാണ് നെയിം ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ്. One more minute for complete that part. ABCD ആണ് നമ്മുടെ വലിയ ക്വാഡ്രിലാറ്ററൽ. PQRS ആണ് ചെറുത്. ഓക്കെ, ഒന്ന് പറയാം ഫാത്തിമ ചേർപ്പൻ, നമ്മൾ എങ്ങനെ ഫസ്റ്റ് പാർട്ട് ട്രൈ ചെയ്യാം? x1 plus x3 is equal to x2 plus x4. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അത് സ്മോൾ പാരലോഗ്രാമത്തിലെ ഫോർത്ത് വെർട്ടെക്സ് കണ്ടുപിടിക്കാം. ഞാൻ ചോദിച്ചു സ്മോളിൽ നടുക്ക് വന്നിരിക്കുന്ന ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണ് ഗ്രീൻ കളർ, എന്റെ ബോർഡിലാണ് ഈ PQRS എന്നുള്ള നെയിം. ഈ PQRS എന്ന നെയിമിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ പാരലോഗ്രാം എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലല്ലോ. അല്ല, ക്വാഡ്രിലാറ്ററൽ. അപ്പൊ നമ്മൾ ഈ ഫോർത്ത് വേർട്ടെക്സിന് x1 plus x3 equal x2 plus x4 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്ന പാരലോഗ്രാമിൽ മാത്രമാണല്ലോ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ എ പാരലോഗ്രാം. പാരലോഗ്രാം ആണെങ്കിൽ മാത്രമാണ് ഓപ്പോസിറ്റ് വേർട്ടിസസിന്റെ x വാല്യൂം ഓപ്പോസിറ്റ് വേർട്ടിക്സ് y വാല്യൂവിന്റെ സമ്മ് സെയിം ആകും. അങ്ങനെ പ്രശ്നമില്ലേ ഫാത്തിമ? അപ്പൊ നമ്മൾ എങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യും? x1 plus x3 equal x2 plus x4 എന്നുള്ള ഫോർമുല എന്ത് ചെയ്യും നൗറിൻ? How we can find the third or sorry fourth vertex? സാർ ഞാനും അങ്ങനെ ചെയ്ത. ഞാൻ പറയാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ റീസൺ വേണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവണം ഇറ്റ് ഈസ് എ പാരലോഗ്രാം. തരാത്തത് കൊണ്ട് നമുക്ക് നേർക്കുനേരെ അത് കയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കതിന് കൃത്യം വാലിഡ് റീസൺസ് വേണം. പലരും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടു. നിങ്ങൾ മുന്നോട്ട് പോക്കോ, ഞാൻ ചോദിച്ചോളാം. നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോക്കോ. എന്താക്കി സ്വാലിഹ? കിട്ടിയ അതിന്റെ ആൻസർ? 6 എങ്ങനെ? x കോർഡിനേറ്റിന്റെ സമ്മ്. അതാണ് x കോർഡിനേറ്റ് സമ്മ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് പാരലോഗ്രാം ആവണ്ടേ? പാരലോഗ്രാം എങ്ങനെ ട്രൈ ചെയ്യും അച്ചു? ഞാനും അങ്ങനെ ചെയ്തേ. അങ്ങനെ തന്നെ ചെയ്തേ? അതിന് വേറെ വഴിയൊന്നും തെളിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യാനുള്ള റീസൺ കിട്ടിയിട്ടില്ല. ഇല്ല. ജീലാനി? അങ്ങനെ ചെയ്തേ.
അതിനൊരു റീസൺ വേണം. അങ്ങനെ ചെയ്തെന്നുള്ള ആക്സെപ്റ്റ് ചെയ്തു, ഇറ്റ്സ് ഓക്കെ. എന്താണ് അതിന് കാരണം? വൈ? നമുക്കത് പാരലോഗ്രാം തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ അങ്ങനെ പ്രൊസീഡ് ചെയ്യും? അമീൻ ജെ, ഞാനും അങ്ങനെ ചെയ്ത. ഈ അങ്ങനെ ചെയ്തുള്ള എനിക്ക് കേൾക്കണ്ട കേട്ടോ, അതിന്റെ റീസൺ കിട്ടിയാൽ മതി. അങ്ങനെ ചെയ്തപ്പോ കുറെ ആയി കേൾക്കണു, ഇനി അതിന്റെ റീസൺ എനിക്ക് അറിയണ്ടേ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ക്വസ്റ്റ്യനിൽ അത് പാരലോഗ്രാം തന്നിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? നിഷാന സിയാദ്. ആ, സോ അതുകൊണ്ട് മിഡ് പോയിന്റ് ഓഫ് എ ലാർജ് ക്വാഡ്രിലാറ്ററൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒറ്റ പോയിന്റോട് പറഞ്ഞ സംഭവം ക്ലിയർ ആയി. അപ്പോ അതിന്റെ ഒറ്റ കാര്യം കൂടെ ആഡ് ചെയ്താൽ മതി, സംഭവം തീർന്നു. കിട്ടിയോ ഫാത്തിമ സുബൈർ? നേരത്തെ പ്രൂവ് ചെയ്തില്ലായിരുന്നു. തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. The quadrilateral formed by joining the midpoints is a parallelogram. ഇതല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 പ്രൂവ് ചെയ്തേ. The parallelogram got by joining these midpoints. The quadrilateral formed by joining the midpoints is a parallelogram. നമുക്ക് ഡയറക്റ്റ് തുടക്കത്തിൽ എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് എഴുതാം. എന്താ? The quadrilateral formed by joining the midpoints of the large quadrilateral is a parallelogram. അതിൽ നിങ്ങൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ നെയിം ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് എളുപ്പം എന്ന് പറയാൻ കാരണം PQR is a parallelogram because it is formed by joining the midpoints of ABCD. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് മിഡ് പോയിന്റ് ഫോമിൽ അപ്ലൈ ചെയ്യാം. ഇനി മിഡ് പോയിന്റ് ഫോമിൽ അപ്ലൈ ചെയ്യുന്ന, സോറി മിഡ് പോയിന്റ് അല്ല, നമ്മളുടെ ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ ഫോമിൽ അപ്ലൈ ചെയ്യാം. x1 + x3 = x2 + x4. അല്ലാതെ നമ്മൾ x1 + x3 = x2 + x4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അത് വെട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം കൃത്യമല്ല, റീസൺ കൃത്യമല്ല, പാരലോഗ്രാം ആയത് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ അത് എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പാരലോഗ്രാമിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഓപ്പോസിറ്റ് വേഴ്സസ് സം സെയിം ആണ് എന്ന രീതിയിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അതിന് തന്നെ പറയും PQR is a parallelogram. PQR is a parallelogram. അഫിൻ ഡൗട്ട് ആണോടാ, അതൊന്നും നേരത്തെ റൈസ് ആണോ? സാർ അത് നമുക്ക് ആ ഫോർത്ത് വെർട്ടിസസ് കണ്ടുപിടിക്കേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. ഫോർത്ത് വെർട്ടിസസ് കണ്ടുപിടിക്കുന്ന രീതി എന്താ? അല്ല XY എടുത്തിട്ട് XY എടുത്തിട്ട് X പ്ലസ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ഒക്കെ. അപ്പൊ ഇത്രയും തന്നെ അവിടെ പറഞ്ഞിരുന്ന സാറാ അങ്ങനെയല്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അത് പാരലോഗ്രാം ആണ്, അവിടെ സം ഓഫ് ഓപ്പോസിറ്റ് വേർട്ടിസസ് ആർ ഈക്വൽ, അത് അപ്ലൈ ചെയ്യാന്നല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. നമുക്ക് നേരെ ഇപ്പൊ P എന്നുള്ള വേർട്ടെക്സിനെ നമ്മൾ പിന്നെ നമ്മൾ സ്റ്റെപ്സ് വളരെ നിർബന്ധമായിട്ട് പിള്ളേരെ സ്റ്റെപ്സ് ഒഴിവാക്കി ഒരു കളിയില്ല. പിന്നെ നമ്മൾ XY എടുത്താൽ നമുക്ക് എഴുതാം x + 6 = 9 + 3, x + 6 = 12, x = 12 - 6, 6 y + 6 = 5 + 3, y + 6 = 8, y = 8 - 6, 2 എന്ന് കിട്ടും. Therefore P യുടെ വേർട്ടെക്സ് 6, 2 ആണ്. P കിട്ടി, അത് നമ്മൾ ഫിഗറിലേക്ക് വരും. അങ്ങനെ നമുക്ക് അവിടെ ഒന്നാമത്തെ പാർട്ട് കംപ്ലീറ്റ് ആവും. 6 2 കിട്ടിയ എല്ലാവർക്കും everyone. ഇനി വേണം രണ്ടാമത്തെ പാർട്ട്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ 3 vertices of the larger quadrilateral. Larger means in our figure ABCD. ABCD നമുക്ക് A മാത്രമേ നിലവിൽ അറിയാവൂ. Bയും Cയും Dയും കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
സെക്കൻഡ് പാർട്ട് ചെയ്യാൻ 2 മിനിറ്റ്. അതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. ഫൈനൽ ആൻസർ അല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് ആ മെത്തേഡാണ് പിടികിട്ടേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് അതെനിക്ക് കിട്ടിയാൽ മതി. ബാക്കി സ്റ്റെപ്സ് നിങ്ങൾക്ക് എഴുതി ചെയ്യാവുന്നേ ഉള്ളൂ, ഒന്നും പ്രശ്നമില്ല. അൻഷിത കംപ്ലീറ്റ് ആയോ? ചിന്തിക്കുന്നതാണോ നീ? ഇല്ല സാർ, ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻക്ക് വേഗം എഴുതി തുടങ്ങി. ക്വസ്റ്റ്യനിലേക്ക് നോക്കിയിരിക്കല്ല, എഴുതി തുടങ്ങിക്കോ. എങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും, എന്തൊക്കെ തന്നിട്ടുണ്ട്, എവിടെ നിന്ന് എങ്ങനെ ചെയ്യാം. തേർട്ടി സെക്കൻഡ്സ് ഓടെ കേട്ടോ. ഹാരിസ് എങ്ങനെയുള്ള ട്രൈ ചെയ്യാന്ന് പറഞ്ഞ മെത്തേഡ്? സാർ ആ മിഡ് പോയിന്റ് ഫോർമുല തിരിച്ച് ഇത്. അബ്സല്യൂട്ട്ലി. അപ്പൊ ഏതൊക്കെ വേർട്ടെക്സ് ആദ്യം എടുക്കുന്നു പറഞ്ഞ ഹാരിസ് കേക്കട്ടെ. ബിയുടെ കോർഡിനേറ്റിന് പകരം എക്സ് ആൻഡ് വൈ കൊടുക്കണം. മതി, ധാരാളം. അപ്പൊ നമുക്ക് ഇവിടെ ഇവന്മാരെ ചൂസ് ചെയ്യാം ബൈ അപ്ലൈങ് മിഡ് പോയിന്റ് ഫോർമുല. എ നമുക്കറിയാം, പി അവന്റെ മിഡ് പോയിന്റ് ആണെന്നറിയാം, ബി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എ നമുക്കറിയാം, എസ് മിഡ് പോയിന്റ് ആണ്, ഡിയും കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോ ബിയോ ഡിയോ ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ ഇങ്ങനെ തന്നെ നമുക്ക് അങ്ങോട്ട് വരാം, സിയിലേക്ക് എത്താൻ പറ്റും. എന്നാണ് അതിന്റെ ട്രാക്ക്. ദാറ്റ്സ് എ മെത്തേഡ്. അത് പറഞ്ഞിട്ടുണ്ട്. ഒരു എൻഡ് പോയിന്റ് മിഡ് പോയിന്റ് കിട്ടില്ല, എങ്ങനെ ഇപ്പുറത്തെ കണ്ടെത്താം. ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് അപ്ലൈ ചെയ്തേ. സ്റ്റെപ്പ് വേണം കേട്ടോ, ഷോർട്ട് കട്ട് വേണ്ട, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണ്ട, കൃത്യമായ സ്റ്റെപ്പ് വേണം. ഞാൻ ഈ PQRS ഈ പോർഷൻ ഒന്ന് മാറ്റിയാണ് കേട്ടോ. സ്പീഡ് ആവട്ടെ. ബിനെ നമുക്ക് എക്സ് വൈ എടുത്ത് തുടങ്ങാം. എക്സ് പ്ലസ് 2/2 ബിയും എയും 6 എന്ന് വരും. എക്സ് പ്ലസ് 2 ഈക്വൽ 6 into 2 12. എക്സ് ഈക്വൽ 12 minus 2 10. അതുപോലെ തന്നെ വൈ പ്ലസ് 1/2 ഈക്വൽ ടു 2 ആണ്. വൈ പ്ലസ് 1 ഈക്വൽ ടു 2 into 2 4 ആണ്. y ഈക്വൽ ടു 4 minus 1 3 ആണ്. ബി എന്നുള്ള പോയിന്റ് എക്സ് വാല്യൂ 10, വൈ വാല്യൂ 3. ഇതുപോലെ എന്ത് ചെയ്യണം, ഓരോ പോയിന്റും കണ്ടെത്തണം. ഇതുപോലെ സ്റ്റെപ്പ് വേണം. ഇതൊരു മോഡൽ മാത്രം. ഇതുപോലെ സി കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് വേണം, ഡി കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് വേണം.
ഇതാവട്ടെ. പറഞ്ഞോ റുക്സാന. കഴിഞ്ഞു. അടുത്ത ചെയ്തോ. 6 കഴിഞ്ഞെങ്കിൽ 5. 4 കഴിയുമ്പോൾ 6-ലേക്കാട്ടോ പോകണ്ടേ, കാരണം 5th വൺ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് 6 ചെയ്തിട്ട് നമുക്ക് 5th-ലേക്ക് തിരിച്ചു വരാം. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് 2 മിനിറ്റ് കേട്ടോ മാക്സിമം, അത് കൂടുതലൊന്നും ആവശ്യമില്ല. One more minute to complete this question. ആറാമത്തൊക്കെ വളരെ നിസ്സാര സംഭവമുള്ളൂ. 5-മത്തെ നമുക്ക് ഒരിത്തിരി സമയം എടുത്തേക്കാം. എന്താണ് ഫാത്തിമ ഫൈറൂസ് നെക്സ്റ്റ് വെർട്ടെക്സ് വന്ന ഇവിടെ? സിയുടെ വാല്യൂ എന്ന് പറഞ്ഞേ. 8, 7. സിയുടെ വാല്യൂ വരുമ്പോൾ 8-ഉം പിന്നെ 7 ആണോ? 5. അതെ, കറക്റ്റ്. 8, 7. ഡിയിലേക്ക് വരുമ്പോൾ വാല്യൂ ഓഫ് ഡി എന്താ വരിക? വാല്യൂ ഓഫ് ഡി, അമാന സ്വാലിഹ, വാല്യൂ ഓഫ് ഡി 4, 5. 4, 5. 4, 12, 6. 7, 5, 12, 6. കറക്റ്റ്. ഇങ്ങനെയാണ് റെസ്പെക്റ്റീവ് വെർട്ടെക്സ് കിട്ടുക. ഈ പറഞ്ഞ ഓരോരുത്തരെയും സി ചെയ്യാൻ വേണ്ടി ഇത്രയും സ്റ്റെപ്സ് വീണ്ടും തന്നെ വരും കേട്ടോ. ഡി ചെയ്യുമ്പോഴും അത്രയും സ്റ്റെപ്സ് തന്നെ വീണ്ടും വരും. ആ സ്റ്റെപ്സ് നമ്മൾ എഴുതണം. അതിൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റും കാണിക്കരുത്. ബിക്കോസ് ആൻസർ കിട്ടിയാൽ ചിലപ്പോൾ മാർക്ക് കിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ ടീച്ചേഴ്സ് മാർക്ക് ഇടില്ല സ്റ്റെപ്സ് ഇല്ലെങ്കിൽ. അത് നിങ്ങൾ ഇപ്പോഴേ എഴുതി ശീലിച്ചില്ലെങ്കിൽ എക്സാമിന് നിങ്ങൾ ഒട്ടും എഴുതൂല. ഇപ്പൊ എന്തിനാ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ എക്സാമിന് എഴുതിക്കൊള്ളാന്നാണെങ്കിൽ എഴുതൂല. ആൻഡ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. ഒന്നാമത്തെ പണി ക്വസ്റ്റ്യൻ വായിക്കലാണ്, എന്നിട്ട് ചെയ്താൽ മതി. അരികു മൂലം കണ്ട് ചാടിക്കയറി ചെയ്യരുത്. ഒരു 2 or 3 മിനിറ്റിലൊക്കെ ആറാമത്തെ ആൻസർ കിട്ടേണ്ടതാണ്. 2-3 മിനിറ്റ് ഒക്കെ മാക്സിമം മതിയാവും. ചിന്തിച്ച് ഐഡിയ ക്ലിയർ ചെയ്യാൻ 2 മിനിറ്റ് കേട്ടോ. ആറാമത്തെ എന്താണ് ക്വസ്റ്റ്യൻ, എങ്ങനെ ചെയ്യാം എന്നുള്ള ക്ലാരിറ്റി കിട്ടാൻ 2 മിനിറ്റോടെ മാക്സിമം.
കഴിഞ്ഞെങ്കിൽ നേരെ 5th വൺ ട്രൈ ചെയ്യണം കേട്ടോ. 6 കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണ്ട. ആഹാ 5th വൺ വേഗം. 6 തന്നെ അപ്പോൾ കയ്യൊക്കെ ഒന്ന് വിടർത്തി, വലിയ വർക്ക് ചെയ്താണല്ലോ, അപ്പോൾ കയ്യൊക്കെ ഒന്ന് വിടർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്ത്. എന്താണ് അതിന്റെ ഐഡിയ ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ഇങ്ങനെയാണ് ഈ കോമ്പസ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കണ്ട സംഭവം എന്താണെന്ന് അറിയട്ടെ. പറയാമീനെ സർക്കിളിന്റെ സെന്റർ 1 2 പിന്നെ അതിനകത്ത് ഒരു പോയിന്റ് 3 2 ശരി. അപ്പൊ അതിന്റെ ഡയമീറ്ററിന്റെ മറ്റൊരു എണ്ണം കണ്ടുപിടിക്കാം. ഡയമീറ്ററിന്റെ അപ്പുറത്ത് എന്റെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? മറ്റേ നേരത്തെ ചെയ്ത ഫോർമുല വെച്ച് നേരത്തെ ഫോർമുല മിഡ് പോയിന്റിന്റെ ഫോർമുല തിരിച്ചിട്ടുണ്ട്. മിഡ് പോയിന്റ് തിരിച്ചുള്ള ഫോർമുല. കാരണം സെന്റർ നമുക്കറിയാം, ഒരു എൻഡും നമുക്കറിയാം, ഇപ്പുറത്തെ എൻഡ് ആരാന്നാണ് ചോദ്യം. ഇത് സിമ്പിളാ നോക്കി, വളരെ സിമ്പിൾ. നിങ്ങളെ കളിയാക്കാൻ വേണ്ടി അത് 6ാമത്തെ കൊണ്ടിട്ടാണ്. സാധാരണ എക്സൈസിന്റെ അവസാനം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഭയങ്കര ക്വസ്റ്റ്യനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. സാധനം ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൽ നമുക്കൊരു സെന്റർ പോയിന്റും 1 ഓഫ് ദ എൻഡും തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഡയമീറ്ററിനെ കൺസിഡർ ചെയ്താൽ വളരെ വ്യക്തമായി നമുക്ക് തന്നിട്ടുണ്ട്. അവന്റെ സെന്റർ എന്ന് പറയുന്ന ആള് ഇറ്റ് ഈസ് 1 2. സെന്റർ 1 2 ആണ്. ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് 3 2 ആണ്. പുറത്തെ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് ഇപ്പോൾ എ ബി എന്നും സെന്ററിന് O എന്നൊക്കെ കൊടുത്താൽ വേണമെങ്കിൽ ചുമ്മാ ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതാം. എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ ആൻഡ് O ഇസ് ദ സെന്റർ എന്നൊക്കെ നമുക്കൊരു അത് മാർക്കിനനുസരിച്ച് 3 മാർക്കൊക്കെയാണെങ്കിൽ നല്ല ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ നല്ലതാണ്. നമുക്ക് എ അറിയില്ല. എ നമ്മൾ XY എന്നെടുത്തു. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ രീതിയിൽ സോൾവ് ചെയ്യുന്നു. X കണ്ടുപിടിക്കുന്നു, Y കണ്ടുപിടിക്കുന്നു, ലാസ്റ്റ് എടുത്ത് എഴുതുന്നു. ദ അതർ എൻഡ് ഓഫ് ഡയമീറ്റർ ത്രൂ ദിസ് പോയിന്റ് ഈസ് ഇന്ന ആളാണ്. കഴിയുമ്പോൾ 5ാമത്തിലേക്ക് പോകണുണ്ടോ? ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം. എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. ചിന്തിക്കണോ? വെറുതെ ഇരിക്കരുത്. നിർബന്ധമായും ചിന്തിക്കണം, ട്രൈ ചെയ്യണം. വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് മാത്സ് ക്ലാസ്സിൽ ഇരിക്കണ്ട. ശബന കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഏതാ സാർ? ഇതാണോ? ഇതല്ല, ഇതിപ്പോ കംപ്ലീറ്റ് ആയത് 58 കംപ്ലീറ്റ് ആക്കണ്ടേ? 7 മണി. ലാസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 5. ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുക. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഉമ്മച്ചെടുത്ത് ചോദിച്ചേ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാണോ? അല്ല. എന്നാ വേഗം ചെയ്തു. ഇപ്പൊ നമുക്കിതില് ഇപ്പൊ ഈ കിട്ടിയ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ XY അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റിന്റെ വാല്യൂ കണ്ടെത്താൻ നമ്മളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. അയാനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തടാ. നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ കിട്ടുക? ആറാമത്തെ അയാൻ കേക്കല്ലടാ. നിന്റെ വോയിസ് കേൾക്കല്ല, ചുറ്റുമുള്ള ഒച്ച കേൾക്കണ്ട്, നിന്റെ വോയിസ് കേൾക്കല്ല. ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയേ. ഹെഡ്സെറ്റിന് എന്തോ പ്രശ്നം എനിക്ക് തോന്നുന്നു. എനിക്ക് നിന്റെ വോയിസ് കേൾക്കുന്നില്ല.
ദിയ എത്ര ആൻസർ കിട്ടുക നമ്മുടെ ആറാമത്തേല്? -1 2. -1 2 will be the final answer. X നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ x plus 3 divided by 2 equal to 1 വരണം. x plus 3 equal to 1 into 2 2 ആവണം. x equal to 2 minus 3 -1 ആവണം. y ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ y equal to y plus 2 by 2 equal to 2 വരും. y plus 2 equal to 2 into 2 4 എന്ന് കിട്ടും. y equal to 4 minus 2 2 എന്ന് കിട്ടും. So therefore the coordinates of the other end of diameter is -1 2 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ കണ്ടുപിടിക്കാം. കുഴപ്പമില്ലല്ലോ, അടുത്തിലേക്ക് പോലെ ധൈര്യമായിട്ട്. ശരി, the last question from that topic. I hope everyone had read the question. എല്ലാവരും വായിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നു. വായിച്ചല്ലോ അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞ എന്താ ക്വസ്റ്റിന്റെ മീനിങ് എന്നാദ്യം വനശ്വര. സാർ, കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടിസസ്, ഒരു ട്രയാങ്കിളിന്റെ വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 3 5 9 9 13 10 6. ആ ട്രയാങ്കിൾ ഐസോസിലസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അതിന്റെ ഏരിയയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് പണിയുണ്ട്. ഒന്ന്, we have to prove that it is isosceles. രണ്ട്, calculate its area. അൽസാബിത്ത് നമ്മൾ എങ്ങനെ ഐസോസിലസ് നമുക്ക് പ്രൂവ് ചെയ്യാം? How we can prove this isosceles? രണ്ട് സൈഡ് ഈക്വൽ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? സംഭവം കറക്റ്റ് ആണ്. ഐസോസിലസ് മീൻസ് 2 sides are equal. അതെങ്ങനെ പ്രൂവ് ചെയ്യും? How will we prove? കിട്ടിയവരുണ്ട്, പല ആൾക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തോ, നോ പ്രോബ്ലം. എനി ഐഡിയ? കേൾക്കല്ലടാ എഹിയ. എന്റെ മുകളിലത്തെ പോയിന്റും പിന്നെ താഴത്തെ 2 പോയിന്റ് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിട്ടില്ലല്ലോ. എന്താണ് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉള്ള റുക്സാന? സൈഡ്സ് കണ്ടുപിടിച്ചാ പോരെ? സൈഡ്സിന്റെ ലെങ്ത്, ഹൗ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത്. ഡിസ്റ്റൻസ് ഫോർമുല. നമുക്ക് ഇവിടെ 3 സൈഡ്സിന്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ടാളുടെ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് കിട്ടിയാൽ അത് ഐസോസിലസ് ആയി. ഇത് ഈ ചാപ്റ്റർ അല്ല കേട്ടോ, ഇത് ഈ ചാപ്റ്ററിലെ ഈ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നില്ലേ കോർഡിനേറ്റ്സില്? അത് ഞാൻ പറഞ്ഞ ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റേ അല്ല. ഇത് ചാപ്റ്റർ 6 കോർഡിനേറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ട്രയാങ്കിൾ എപ്പോഴാണ് ഐസോസിലസ് ആവുക, എപ്പോഴാണ് ഇക്വിലാറ്ററൽ ആവുക, റൈറ്റ് ആംഗിൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ കോർഡിനേറ്റ്സിൽ ഡിസ്റ്റൻസ് ഫോർമുലയിൽ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 3 ആൾ ഈക്വൽ ആണെങ്കിൽ ഇക്വിലാറ്ററലായി, 2 ആൾ ഈക്വൽ എങ്കിൽ ഐസോസിലസ് ആയി. സൈഡ്സിന്റെ ലെങ്തുകൾ പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് റൈറ്റ് ആംഗിൾഡ് ആയി. അത് തന്നെ വഴി. വേഗം ചെയ്തോ, വെറുതെ ഇരിക്കണ്ട, വേഗം കംപ്ലീറ്റ് ചെയ്തു. ഫിഗറൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. ജസ്റ്റ് റഫായിട്ട്. നമുക്കറിയില്ല ട്രയാങ്കിളിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ എഴുതാൻ എളുപ്പത്തിന് ABC എന്നൊക്കെ എന്തായാലും കൊടുക്കാം. അപ്പോൾ AB ഈക്വൽ BC ഈക്വൽ എന്നൊക്കെ സ്റ്റെപ്പ് എഴുതാൻ എളുപ്പമുണ്ട്. 3 5 ഒരാള്, 9 13 അടുത്ത ആള്, 10 6 അടുത്ത ആള്. ഓരോ ലെങ്ത്തും കണ്ടുപിടിക്കുക. എന്നാൽ ഐസോസിലസ് ആണോ അതും ചെക്ക് ചെയ്യും. 3 ലെങ്ത് കണ്ടുപിടിക്കാൻ 3 മിനിറ്റ് മാക്സിമം. 3 ലെങ്ത് കണ്ടുപിടിക്കാൻ യു ഹാവ് 3 മിനിറ്റ് മാക്സിമം. കഴിഞ്ഞവരെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകണം കേട്ടോ. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. കംപ്ലീറ്റ് ആയവർ ആ പോർഷനിലേക്ക് മൂവ് ചെയ്യണേ. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. പറഞ്ഞോ, കംപ്ലീറ്റ് ചെയ്താണോ? ഏരിയ കിട്ടിയെന്നാണോ? ഓക്കെ.
കംപ്ലീറ്റ് ആയവർക്ക് വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് കേട്ടോ, ട്രൈ ചെയ്യണേ. കംപ്ലീറ്റ് ആയവർക്ക് വേണ്ടി. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 1 മിനിറ്റോടെ ഉള്ളൂ കേട്ടോ. ABC കഴിഞ്ഞവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. എയും ബിയും 2 പോയിന്റ് തന്നിട്ടുണ്ട്. The line segment AB is divided into 4 equal parts by the points P, Q and R. Find the coordinates of P, Q and R. അതാണ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ആയോ? 30 seconds more to find the length of the 3 sides by using distance formula. Alsabita distance formula ഒന്ന് പറഞ്ഞടാ. root s2 minus h1 whole square plus y2 minus y1 whole square. Okay. പറയ് എ ബിയുടെ ലെങ്ത് എത്രയാണ് അഫിൻ? ലെങ്ത് ഓഫ് എ ബി. അഫിൻ ഹാഷിം, ലെങ്ത് ഓഫ് എ ബി. റൂട്ട് 76. റൂട്ട് 76 76. 9 - 3 6 36. അല്ലല്ലോടാ. എ ബിനെ എന്റെ ഈ ബോർഡിൽ അതേ ഓർഡർ തന്നെയാണോ നീ എ ബിക്ക് എടുത്തേക്കുന്നത്? എ ബി എന്നുള്ള നെയിം എടുത്തേക്കുന്നത് ആണെങ്കിൽ ഈ പറഞ്ഞ ആൻസർ വരില്ല. 3 5 9 13 തന്നെയല്ലേ പോയിന്റ്? 3 5 9 13 അല്ലല്ലോ. റൂട്ട് 76 അല്ല. സ്ട്രോങ്. അരീന എത്ര എ ബി കിട്ടിയേ? റൂട്ട് 100. എത്ര റൂട്ട് 100? അറിയാൻ പാടില്ല. റൂട്ട് 100 എന്റെ പൊന്നടാ. ആ റൂട്ട് 100ന്റെ വാല്യൂ 10. നമ്മൾ പഠിച്ച് ഭയങ്കര സംഭവം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേ ചെറിയ സാധനം മറന്നു. റൂട്ട് 100 വരും 10 ആണ് ആൻസർ കേട്ടോ. എ ബി എന്നുള്ള സൈഡ് നമുക്ക് 10 യൂണിറ്റ്സ് എന്ന് കിട്ടും. എ ബിയുടെ വാല്യൂ റൂട്ട് 100 10 യൂണിറ്റ്സ് എന്നാണ് കിട്ടുക. ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ 9 - 3 ഹോൾ സ്ക്വയറും 13 - 5 ഹോൾ സ്ക്വയറും വരും. അപ്പോൾ 6 സ്ക്വയറും 8 സ്ക്വയറും ആണ് വരിക. 36ഉം 64ഉം ആണ്. റൂട്ട് 100 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. റൂട്ട് 100 will be the answer obtained. കുഴപ്പമില്ല അല്ലേ? അതുപോലെ ബി സിയിലേക്ക് പോകുമ്പോൾ ഒന്ന് പറഞ്ഞേ. ബി സി. അയാന്റെ മൈക്ക് ശരിയായോ നോക്കട്ടെ. അയാൻ ആ പറ. ബി സി ചെയ്തില്ല, എ ബി ചെയ്തുള്ളൂ. എ ബി മാത്രം ഈ കഴിഞ്ഞ 5 മിനിറ്റ് കൊണ്ട് ചെയ്തേ. ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്ത് ഇപ്പൊ തന്നെ ചെയ്യാം. ലെഫ്റ്റ് റീജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റേ ഭയങ്കര പണിയല്ല. നമ്മളൊരു 10-25 മിനിറ്റ് എടുക്കൂല്ലോ ഒന്ന് ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ റീജോയിൻ ചെയ്യാം. പറഞ്ഞ അനുശ്വര എന്താ പറയുക? ബി സി റൂട്ട് 50 ആണ്. റൂട്ട് 50 ആണ്. ഒരു 1 സ്കോറും പിന്നെ ഒരു 7 സ്കോറും ആണ് വരിക. ചിലപ്പോൾ മൈനസ് ഉണ്ടാവാം. നിങ്ങൾ എടുക്കുന്ന ഓർഡർ പോലെ ഇരിക്കും. റൂട്ട് 50 ആണ് ആൻസർ കിട്ടുക ബി സി.
50 50 റൂട്ട് 50 റൂട്ട് 50 യൂണിറ്റ്സ്. എ സിയിലേക്ക് വരുമ്പോഴോ എ സിയുടെ വാല്യൂ എത്ര ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. ഏഹിയ എ സി കിട്ടിയോ? ഇല്ല. പെട്ടെന്നാവട്ടടാ. ആമിന അഷ്റഫ് എ സി. ആമിന റൂട്ട് 15. റൂട്ട് 15 15 15ആണോ ആമിന? സാർ ബി സി റൂട്ട് 15 അല്ലേ? റൂട്ട് 15 എന്ന് പറഞ്ഞാൽ 15ആണോ 50ആണോ എന്ന് ഞാൻ ചോദിച്ചത്. 15. 15 എങ്ങനെ 15 വന്നേ? 10 മൈനസ് 9 ചെയ്തപ്പോ 10 മൈനസ് 9 ചെയ്യുമ്പോൾ 1 സ്ക്വയർ വരും. പിന്നെ മൈനസ് 7 സ്ക്വയർ. മൈനസ് 7 സ്ക്വയർ എത്രയാ? മൈനസ് 7 സ്ക്വയർ 14 അല്ലേ? നന്നായി. തൊട്ടു മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ പഠിച്ച് ഭയങ്കര ലെവലിൽ തിരിയുമ്പോഴുള്ള പ്രശ്നം അത്. മൈനസ് 7 സ്ക്വയർ മൈനസ് 7 ഇൻറ്റു 2 14 14 1 15 റൂട്ട് 15. The answer is root 50 50 50 minus 7 square 49. Here also you will get root 50. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ, ഞാൻ സ്റ്റെപ്പ് എഴുതാം. ഞാൻ ഡിസ്റ്റൻസ് പോലെ നിങ്ങൾക്ക് കിട്ടിയെന്ന പ്രതീക്ഷയില്ല, ആ എക്സ്പെക്ടേഷനാണ് ഞാൻ ആൻസർ എഴുതുന്നത്. ഇവിടെ റൂട്ട് 50 കിട്ടും. സോ ക്ലിയർലി ബി സി ഈക്വൽ ടു എ സി, therefore ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. അപ്പൊ ആ ഒരു പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ആയി. സംഗതി ഐസോസെലസ് ആണ്. ഇനി കണ്ടുപിടിക്കേണ്ട ഒരു ഏരിയ ആണ്. ഐസോസെലസ് എന്നുള്ള കാര്യം തീരുമാനമായി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ എന്ന ക്വസ്റ്റ്യനിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇനിയുള്ള നമ്മുടെ അടുത്ത ഹെഡിങ്. വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ. എന്താണ് അതിനുള്ള വഴി? അതാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രയാങ്കിൾ. ഏതെങ്കിലും ഡിസ്റ്റൻസ് ഞാൻ ബോഡി ചെയ്യണോ? പറഞ്ഞേ, ഏതെങ്കിലും ഡിസ്റ്റൻസ് നമ്മൾ ചെയ്തതിൽ ഏതെങ്കിലും വേണോ? എ സി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 10 മൈനസ് 3 എന്ന് എടുക്കാം, ഹോൾ സ്ക്വയർ. y2 മൈനസ് y1 ചെയ്യുമ്പോൾ 6 മൈനസ് 5. 10 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 7 ആണ്, 6 മൈനസ് 5 1 ആണ്. 49 പ്ലസ് 1 50. ഓക്കെ എവരി വൺ. അപ്പൊ ഇനി ഏരിയനെ കുറിച്ച് ചിന്തിക്കാൻ 2 മിനിറ്റ് മാക്സിമം. ഏരിയനെ കുറിച്ച് ചിന്തിക്കാൻ 2 മിനിറ്റ് മാക്സിമം. ഏരിയ എങ്ങനെ കണ്ടെത്തും? ഒന്നാമതായി ചിന്തിക്കണ്ടേ, ഏരിയ കണ്ടെത്താൻ എന്തൊക്കെ വേണം, അതിൽ എന്തൊക്കെ ഇവിടെ നമുക്കുണ്ട്, എന്താണ് ഇല്ലാത്ത, അവനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് ചിന്തിക്കേണ്ട മെത്തഡോളജി. How we can find the area. ചിന്തിക്കാൻ നിങ്ങളുടെ മുമ്പിൽ 2 മിനിറ്റ് മാക്സിമം ഇടോ. അത് ആൻസർ കിട്ടാനുള്ള ടൈം അല്ല, ചിന്തിക്കുക, ചെയ്തു തുടങ്ങുക. കറക്റ്റ് ട്രാക്ക് ആണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് സമയം തന്നെ ഒരുപാട് സമയം പോകും. ഒരു മിനിറ്റോടെ ചിന്തിക്കാൻ നിങ്ങൾക്ക് 1 മിനിറ്റോടെ. സ്പീഡ് ആവട്ടെ.
30 seconds more to think and find out a method. ചിന്തിക്കാനും ഒരു മെത്തേഡ് കണ്ടെത്താനും നിങ്ങൾക്ക് 30 സെക്കൻഡ്. നമ്മൾ പഠിച്ച അതേ ടൂൾസ് ഒക്കെ തന്നെ ഉള്ളൂടെ നമുക്ക് നമ്മുടെ കയ്യിലും. വേറെ പുതിയൊരു ടൂളിന് കണ്ടെത്തിയിട്ടൊന്നുമില്ല. നമ്മൾ പഠിച്ച അതേ ടൂൾസ് തന്നെ. അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് മാത്രമേ നമുക്ക് ഇവിടെ അറിയേണ്ടതുള്ളൂ. ഓക്കെ, റൈറ്റ്. എന്തെങ്കിലും വഴി തെളിഞ്ഞു അൽഷിഫ? എനി മെത്തേഡ്? ഐസോസിലസ് ട്രയാങ്കിൾ മേളിൽ നിന്ന് നേരെ വരയ്ക്കുമ്പോ പെർപെൻഡിക്കുലർ ആയിട്ട് താഴത്തെ കട്ടി ബൈസെക്ട് ചെയ്യും. താഴത്തെ അത് കഴിഞ്ഞ് ആ മിഡ് പോയിന്റ് ഓക്കെ കംപ്ലീറ്റ് ചെയ്തോ. വേഗം കംപ്ലീറ്റ് ചെയ്തു. ഒരു പ്രശ്നമില്ല. എന്താ കൂടെ കണ്ടെത്താനുള്ള വഴി ഒന്ന് പറഞ്ഞു നിഷാന ജമാൽ. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഏരിയ? ഏരിയ കണ്ടുപിടിക്കാൻ എന്താ നമുക്ക് ഇനി വേണ്ട ഡേറ്റ? വാട്ട് ഈസ് റിക്വയർഡ് ടു ഫൈൻഡ് ദ ഏരിയ? അൺമ്യൂട്ട് ആയിട്ടില്ല നിഷാന. പറ. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വേണ്ടേ? കളിക്കുന്നില്ല നിഷാന. ഫോമുല എന്താ ഏരിയയുടെ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇവിടെ നമുക്ക് എന്താ ഉള്ള എന്താ ഇല്ലാത്ത? ഹൈറ്റ് വേണം. ഹൈറ്റ് കിട്ടാനുള്ള വഴി എന്താ? പെർപെൻഡിക്കുലർ ആയിട്ട്. തീർച്ചയായിട്ടും സി നമ്മൾ താഴേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഞങ്ങൾ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു. സപ്പോസ് ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറ. അത് കേൾക്കാനേ വിളിച്ചു. നമ്മൾ പെർപെൻഡിക്കുലറൊക്കെ വരച്ചു. കൃത്യം മോളിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു. ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എത്രയാണെന്ന് കിട്ടിയാൽ നമുക്ക് ഹാഫ് ബി എച്ച് വെച്ചിട്ട് ബേസും ഹൈറ്റും കൊണ്ട് നമുക്ക് നേരെ ഏരിയ കണ്ടുപിടിക്കാം. അത് ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് അതിനുള്ള വഴി? ശരിക്കും അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് ഐസോസിലസ് എന്ന് പ്രൂവ് ചെയ്ത് ആ പ്രൂഫാണ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഇതിനെ മുന്നോട്ട് ലീഡ് ചെയ്യുക. ഒന്ന് പറയാമോ ഷാബന, ഹൗ വി ക്യാൻ പ്രൊസീഡ് എന്ന്? റേഷ്യോ ഉപയോഗിച്ച് റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെയായിട്ട് കണ്ടുപിടിക്കുക? 60-90. ഐസോസിലസ് എന്ന് പറയുമ്പോൾ 30-60-90 ആവണം നിർബന്ധമില്ല. ജസ്റ്റ് നമുക്ക് ഐസോസിലസ് കിട്ടി. പക്ഷെ ആംഗിളിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ആംഗിൾ ഇപ്പൊ ഐസോസിലസ് ആകുമ്പോൾ ചിലപ്പോൾ 2 ആംഗിളും 40-40 ആവാം. അങ്ങനെയൊക്കെ വരാലോ. 30-60-90 ആവണമെന്ന് കമ്പൽസറി ഇല്ല. പൈതഗോറസ് തിയറം വെച്ച് അതിനൊക്കെ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. പൈതഗോറസ് കുഴപ്പമില്ല. ഇപ്പൊ 10 ആവുമ്പോൾ പകുതി പ്രശ്നമില്ല. ബട്ട് ദർ ഇസ് ആൻ ഈസി മെത്തേഡ്. അതിനൊക്കെ എളുപ്പമുള്ളൊരു വഴി നമുക്കുണ്ട്. അല്ല, ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ പോയിന്റ് കിട്ടണ്ടേ? അതപ്പോ പോയിന്റ് ആണ്, മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അവിടെയാണ് കളി. നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പാർട്ടിൽ ഐസോസിലസ് പ്രൂവ് ചെയ്തതിന്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഈ വരയ്ക്കുന്ന ലൈൻ കറക്റ്റ് താഴത്തെ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ചെയ്യുക. അപ്പൊ നമുക്ക് എ ബിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ ഡിയുടെ കോർഡിനേറ്റ്സ് കിട്ടും. ഡിയുടെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ സി ഡി എന്ന ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ നിന്ന് കണ്ടുപിടിക്കാം. ബേസും ഹൈറ്റും ആയി സോൾവ് ചെയ്യാം. That is how we will find the area. Comparatively നമുക്ക് ആ എക്സസൈസിൽ ഒരു ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് എന്ന് പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഇതാണ്. ബാക്കി എല്ലാം വളരെ ഡയറക്റ്റ്. ഒന്നെങ്കിൽ നേരെ മിഡ് പോയിന്റ്, അല്ലെങ്കിൽ മിഡ് പോയിന്റ് ഒരു പോയിന്റ് അടുത്ത പോയിന്റ്. ഇതായിരുന്നു ബാക്കി 5 ക്വസ്റ്റ്യൻ. ഇതിൽ മാത്രമേ ഒരു ഇത്തിരി നമ്മളൊന്ന് ചിന്തിപ്പിക്കത്തുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കാം. ഡ്രോ സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി. D is the midpoint of AB. ഇതൊക്കെ ഇങ്ങനെ എഴുതിയാലാണ് നിങ്ങൾക്ക് ഇത് പിന്നെ മറിച്ച് നോക്കുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇല്ലാതെ എവിടെ നിന്നോ ഒരു ഡി കയറി വന്നു, ആ ഡിയുടെ പോയിന്റ് എങ്ങനെയോ കണ്ടുപിടിച്ചു, അവിടുന്ന് എങ്ങനെയോ ഒരു ഹൈറ്റ് കിട്ടി, അങ്ങനെ ഒരു ഐഡിയ ഇല്ല, അതൊരു കണക്ഷൻ ഇല്ലാണ്ടായി പോകരുത്.
നമുക്ക് ഡിയുടെ എക്സ് വാല്യൂ കണ്ടുപിടിക്കാം, ഡിയുടെ വൈ വാല്യൂ കണ്ടുപിടിക്കാം. ഡി എന്നുള്ള പോയിന്റ് ആരാന്ന് കിട്ടും. അത് നമുക്ക് സി ഡി എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ 2 minute മാക്സിമം. പെട്ടെന്നായിക്കോട്ടെ. 2 minute മാക്സിമം. പറ സർ പൈതഗോറസ് ചെയ്യണേ പൈതഗോറസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ ട്രയാങ്കിൾ എ ഡി സി എന്നുള്ള ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ അല്ലേ, കാരണം ഹൈറ്റ് അല്ലേ നമ്മൾ വരച്ചേക്കുന്നത്. അതിൽ ഒരു സൈഡ് √50 അല്ലേ, ബേസ് മൊത്തം 10 അല്ലേ. അപ്പൊ എ ഡി എത്രയായിരിക്കും? എ ഡി എത്രയായിരിക്കും? √50 ആവില്ലല്ലോ. ഇവിടെ 90 ഡിഗ്രി, ഇത് √50, എ ഡി ഈ ലെങ്ത് എ ഡി എന്നുള്ള ചെറിയ ലെങ്തോ. എ ബി മൊത്തം എത്ര? എ ബി 10. അപ്പൊ എ ഡി എത്രയായിരിക്കും? 10/2. 10/2. എ ഡി എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ഈ അതോടെ പൈതഗോറസ് അപ്ലൈ ചെയ്ത് നമുക്ക് സി ഡി കണ്ടുപിടിക്കും. പക്ഷെ അതിനൊക്കെ എളുപ്പം എനിക്ക് തോന്നുന്നു മിഡ് പോയിന്റ് കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് ആയിരിക്കും, കാരണം മറ്റേതിൽ വീണ്ടും √50 സ്ക്വയർ. സാർ 1:√3:2 അത് ചെയ്യാൻ പറ്റില്ലേ? അത് ചെയ്യണമെങ്കിൽ നമ്മുടെ ആംഗിൾ 30, 60, 90 ആവണം. ആംഗിളിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. ആംഗിൾ ഇപ്പൊ നേരത്തെ അത് ഐസോസിലിസ് ആയതുകൊണ്ട് ഒരെണ്ണം 60 ഡിഗ്രി ആയിരിക്കൂലേ? അല്ല, ഐസോസിലിസ് ആകുമ്പോൾ ഇപ്പൊ ഇവിടെ 40, ഇവിടെയും 40, തേർഡ് ആംഗിൾ 80 വേണമെങ്കിൽ ആവാലോ. തേർഡ് ആംഗിൾ 100 ആവാലോ. ട്രയാംഗിൾ ഐസോസിലിസ് മാത്രമേ നമുക്ക് ക്ലെയിം ഉള്ളൂ. അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവണമെന്നേ ഉള്ളൂ. അതിന്റെ വലിയ എന്താ 40 ആവാം, 50 ആവാം, വാട്ട് എവർ ഇറ്റ് മേ. ഇപ്പൊ എന്തായി ഒന്ന് പറഞ്ഞ എക്സും വൈ ഒക്കെ എത്രയൊക്കെ കിട്ടിയെന്ന് കേൾക്കട്ടെ. 5 പറഞ്ഞ എക്സും വൈയും 6, 9. 6ഉം 9. എക്സും വൈയുടെ വാല്യൂ 6ഉം 9ഉം 9, 3, 12 കറക്റ്റ് ആണ്. എക്സിന്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ 9 + 3/2 12/2 6 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ എടുക്കുമ്പോൾ 13 + 5/2 18/2 9 വരും. അപ്പൊ 0.69 എന്നും കിട്ടും. 0.69. ഇനി നമുക്ക് നേരെ സി ഡി എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സി ഡി എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചോ? സി ഡി എത്ര അഫ്ര കിട്ടി? സി ഡി സർ ഞാൻ പൈതഗോറസ് തിയറം വെച്ചിട്ടാ ചെയ്തത്. ഓക്കെ, എത്ര കിട്ടി? ഏരിയ 25. ഡിസ്റ്റൻസ് എത്ര കിട്ടി? സി ഡി സി ഡി ഹൈറ്റ് സർ പൈതഗോറസ് വെച്ചും ഹൈറ്റ് കിട്ടണ്ടേ അഫ്ര? ഫൈവ് യൂണിറ്റ്സിന് ഹൈറ്റ് കിട്ടും. ഡിസ്റ്റൻസ് ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 4 സ്ക്വയറും ഒരു 3 സ്ക്വയറും വരും. ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ 4 സ്ക്വയറും 3 സ്ക്വയറും. സോ നമുക്ക് ലാസ്റ്റ് ആൻസറിലേക്ക് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാവരും ആയിട്ടുണ്ട്. ഇവിടെ 5 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഏരിയ ഈക്വൽ ടു ആദ്യം ഫോമുല എഴുതുക. ഹാഫ് BH ഹാഫ് ഇൻറ്റു ബേസ് AB ഹൈറ്റ് CD. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എഴുതിയാൽ നല്ലതാണ്. നിങ്ങൾ എഴുതുമ്പോൾ സ്റ്റെപ്പ് താഴെ എഴുതുന്നുണ്ട്, നേരെ എഴുതരുതേ. ഞാൻ ബോർഡ് സ്പേസ് ഫില്ല് ചെയ്യാൻ നേരെ എഴുതുന്നത്. ഹാഫ് ഇൻറ്റു ABയുടെ വാല്യൂ 10, സിഡിയുടെ വാല്യൂ 5, 2ഉം 10ഉം കട്ട് ചെയ്യാം. 5 × 5 25 ആൻസർ. എന്താണ് ഇതിന്റെ യൂണിറ്റ് നമ്മൾ കൊടുക്കുക? ഏരിയയുടെ സ്ക്വയർ യൂണിറ്റ്സ് എന്നാട്ടോ കൊടുക്കാവുള്ളൂ. സ്ക്വയർ സെന്റിമീറ്റർ, സ്ക്വയർ മീറ്റർ എന്നൊക്കെ പറയും പോലെ സ്ക്വയർ യൂണിറ്റ്സ്. നമുക്ക് ഫൈനൽ ആൻസർ. Thus we can find the area of the given triangle. സർ മറ്റേ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഏതാണ് അലൈന? മറ്റേ 4 ഈക്വൽ പീസ് ആണോ? ഞാൻ പറയാം.
കംപ്ലീറ്റ് ആയോ എവരിവൺ? ഇനി ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിലേ ശരിക്കും പറഞ്ഞാൽ വേറൊരു മെത്തേഡോടെ ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ മനഃപൂർവ്വം പറയാനാ, കാരണം ചിലപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യില്ല. അപ്പൊ നമുക്കേ ഈ ട്രയാങ്കിളിൽ ഒരു സൈഡ് 10 ബാക്കി 2 √50 ആണെന്ന് കിട്ടിയില്ലേ അല്ലേ? √50 താഴെ എണ്ണും അല്ലേ? നിങ്ങൾ നോക്കി, ജസ്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയുക, സ്പാർക്കിന് വേണ്ടി മാത്രം ഞാൻ പറയുന്ന കേട്ടോ. ഒരു സൈഡ് 10 യൂണിറ്റ്, ഒരു സൈഡ് √50 യൂണിറ്റ്, വേറൊരുത്തിനും √50, ശരിയല്ലേ? അപ്പൊ ഇവരുടെ സ്ക്വയർ നമ്മൾ എടുത്താണ്ടല്ലോ, 10ന്റെ സ്ക്വയർ 100, √50യുടെ സ്ക്വയർ 50, √50യുടെ സ്ക്വയർ 50. നോക്കി, ഈ 2 പേരുടെ സ്ക്വയർ സം അല്ലേ ഈ കാണുന്ന സ്ക്വയർ അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിൾ ഏത് കാറ്റഗറി പെടും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബൈ പൈത്തഗോറസ് തിയറം. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല എന്ന് മാത്രമല്ല, അത് ഈ ഒരു കേസിൽ അങ്ങനെ വാല്യൂ വന്നതുകൊണ്ട് പർട്ടിക്കുലർലി അങ്ങനെ ആയതാണ്. അനശ്വര വേറെ വർത്തമാനത്തിലൊക്കെ പോയത് കേട്ടാ, അത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പർട്ടിക്കുലർലി വാല്യൂസ് വന്നതുകൊണ്ട് അങ്ങനെ പോയതായിരിക്കും. കോമൺ മെത്തേഡ് നമ്മൾ പറയുമ്പോൾ ട്രയാങ്കിൾ ഐസോസിലസ് ആയി, അപ്പൊ ഇങ്ങനെ വരച്ചു, എക്സെട്ര എക്സെട്ര. അതാണ് അതിന്റെ കോമൺ പ്രൊസീജിയർ. മറ്റേ ഈ ക്വസ്റ്റ്യനിൽ ആക്സിഡന്റലി വാല്യൂസ് അങ്ങനെ വന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നു, എയും ബിയും 2 പോയിന്റ് ആണ്, എ ബി ഇസ് ഡിവൈഡഡ് ഇൻടു 4 ഈക്വൽ പാർട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ജസ്റ്റ് അതിന്റെ മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നില്ല. അത് ഞാൻ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ്റെ സ്വഭാവത്തിൽ കൊടുത്തതാണ്. നമുക്ക് എ ബി എന്നൊരു ലൈൻ ഉണ്ട്, എ ലൈൻ എ ബി. ദിസ് എ ബി ഇസ് ഡിവൈഡഡ് ഇൻടു 4 ഈക്വൽ പാർട്സ്. ഇതെങ്ങനെ പി ക്യൂ എങ്ങനെ ഒരു പോയിന്റ് ഇവിടെ, ഒരാൾ ഇവിടെ, 4 ഈക്വൽ പാർട്സ് ആക്കി. 4 പാർട്സ് ആക്കാൻ വേണ്ടി നമ്മൾ പിയും ക്യൂ മാറും മാർക്ക് ചെയ്യും. ഇതാണ് ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ്. എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് 2, 8 ആണ്. ബിയുടെ കോർഡിനേറ്റ് തന്നിട്ട് 16, 24 ആണ്. നമുക്ക് ഇവിടുത്തെ പി ക്യൂ ആറിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഈ ക്യൂ എന്നുള്ള പോയിന്റ് പെക്യുലാരിറ്റി എന്തായിരിക്കും? ക്യൂ അബ്സല്യൂട്ട്ലി മൊത്തം എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് മിഡ് പോയിന്റ് ഫോമിൽ വെച്ച് ക്യൂ കിട്ടും. ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ പി എന്നുള്ള പോയിന്റ് നോക്കി, എ ക്യൂവിന്റെ മിഡ് പോയിന്റ് അല്ലേ? അതുപോലെ തന്നെ 6 നോക്കി, ബി ക്യൂവിന്റെ മിഡ് പോയിന്റ് അല്ലേ? ഇറ്റ്സ് ഓവർ. Okay. So there we conclude the discussion of midpoint formula, and next we have to move into ratios or section formula that we will discuss on tomorrow. Thank you. Have a nice day. Thank you.